അധ്യായം 13-ാം വാക്യം. നിന്റെ സന്തതി സ്വന്തമല്ലാത്ത ദേശത്ത് 400 സംവത്സരം പ്രവാസികളായിരുന്ന ആ ദേശക്കാരെ സേവിക്കും. പുറപ്പാട് 12:40. ഇസ്രായേൽ മക്കൾ മിസ്രൈമിൽ കഴിച്ച പ്രവാസം 430 സംവത്സരമായിരുന്നു. 30 സംവത്സരം കൂടുതലായതെങ്ങനെ? So this is a seeming contradiction. ഇത് അല്പം വിരോധാഭാസമായി തോന്നും. One verse says the Israelites will serve in a strange country. ഒരു സ്ഥലത്ത് for 400 years. ഒരു ഭാഗത്ത് ഇസ്രായേൽ മക്കൾ 400 സംവത്സരം അവരെ പ്രവാസികളായിരുന്നു സേവിക്കുമെന്ന് എഴുതിയിരുന്നു. In another verse it says they were in Egypt for 430 years. എന്നാൽ മറുഭാഗത്ത് മറ്റൊരു ഭാഗത്ത് ഇസ്രായേൽ മക്കൾ 430 സംവത്സരം പ്രവാസികളായിരുന്നു എന്ന് വായിക്കുന്നു. I'll give you a clue on how to try to answer these questions. ഇങ്ങനെ ഉള്ള ചോദ്യത്തിന് ഉത്തരം നൽകേണ്ടതിനുള്ള തെളിവ് ഞാൻ പറഞ്ഞു തരാം. Okay, you say which verse is correct, which verse is wrong? ഇതിലേതാണ് ശരി ഏതാണ് തെറ്റെന്ന് നിങ്ങൾ പറഞ്ഞാട്ടെ. Is Genesis 15:13 correct or Exodus 12:40 correct? ഉൽപ്പത്തി 15:13 ആണോ ശരി, അതോ പുറപ്പാട് 12:40 ആണോ ശരി? How many of you say 400 years is correct? 400 ആണ് ശരി എന്നുള്ളവർ കര ഉയർത്തിയാട്ടെ. How many of you say 430 is correct? ഇനി 430 ആണെന്ന് ശരിയുള്ളവർ കര ഉയർത്തിയാട്ടെ. Yeah, I know what you are trying to say. ഇപ്പോൾ നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് എനിക്ക് ഏറെക്കുറെ മനസ്സിലായി. Better not to answer than give a wrong answer, isn't it? ഇപ്പോൾ ഉത്തരം നൽകാതിരുന്നിട്ട് തെറ്റായ ഉത്തരം നൽകണം. അല്ല, it is better not to give an answer than to give a wrong answer. ഒരു തെറ്റായ ഉത്തരം നൽകുന്നതിനേക്കാൾ നല്ലത് ആൻസർ പറയാതിരിക്കുന്നതാണല്ലോ. Okay, you all say which is correct? Genesis 15:13, that is one, or Exodus 12:40, that is two. Which is correct? ഉൽപ്പത്തി 15:13 അത് ഒന്ന്, അടുത്തത് പുറപ്പാട് 12:40 അത് 2. ഇതിലേത് ശരി? Which is correct? 1 or 2? Those who say 1 is correct, put up your hands. Maybe you are hearing these verses for the first time. ഈ വാക്യങ്ങൾ ആദ്യമായിട്ടാണോ കേൾക്കുന്നത്? Those who say both are correct, put up your hands. ഇനി രണ്ടും ശരിയാണെന്നുള്ളവരൊന്ന് കര ഉയർത്തിയാട്ടെ. Not bad. At least now some 4 or 5 hands went up. ഇപ്പോഴെങ്കിലും 4-5 കരം ഉയർത്തിയല്ലോ. That's the answer. Both are correct. രണ്ടും ശരിയാണ്. How can 400 and 430 be correct? അങ്ങനെ നോക്കുമ്പോൾ എങ്ങനെയാണ് 400-ഉം 430-ഉം ശരിയാകുന്നത്? So you have to look for a reason there. അപ്പോൾ അതിനൊരു കാരണം അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. Exodus 12:40 says the Israelites were in Egypt for 430 years. പുറപ്പാട് 12:40 പറയുന്നു ഇസ്രായേൽ മക്കൾ മിസ്രയീമിൽ ആയിരുന്ന സംവത്സരം 430 ആയിരുന്നു. But in Genesis 15:13 it says they will serve for 400 years. എന്നാൽ ഉൽപ്പത്തി 15:13 വായിക്കുന്നത് അവർ 400 സംവത്സരം ആ ദേശക്കാരെ സേവിച്ചു. That means 30 years they were free. അതിന്റെ അർത്ഥം 30 വർഷം അവർ സ്വതന്ത്രരായിരുന്നു. They were in Egypt but they were free, they were not slaves. അവർ മിസ്രയീമിൽ തന്നെ ആയിരുന്നു, പക്ഷേ അവർ 30 സംവത്സരം സ്വതന്ത്രരായിരുന്നു. So the slavery was 400 years. ആകയാൽ മുഴുവനും നോക്കിയാൽ ഈ അവരുടെ അടിമത്വം 400 വർഷമാണ്. But the staying was 430 years. എന്നാൽ അവിടെ അവർ മുഴുവനുമായി താമസിച്ചത് പാർത്തത് 430 വർഷം. Next question. ഗലാത്യർ 2:9 എനിക്ക് ലഭിച്ച കൃപ അറിഞ്ഞുകൊണ്ട് തൂണുകളായി എണ്ണപ്പെട്ടിരുന്ന യാക്കോബും കേഫാവും യോഹന്നാനും. ഇവിടെ പറഞ്ഞിരിക്കുന്ന കേഫ പത്രോസ് അപ്പോസ്തലനാണോ അതോ മറ്റൊരു വ്യക്തിയാണോ? It is Peter. അത് പത്രോസ് തന്നെയാകുന്നു. So I don't know if you want. It is Peter because Peter, James and John. They are the three there. അത് പത്രോസും യാക്കോബും യോഹന്നാനുമാകുന്നു തൂണുകളെന്ന് പറയപ്പെട്ടിരിക്കുന്നു. അടുത്ത ഒരു ചോദ്യം, ദുർചിന്തകൾ എങ്ങനെ മാറ്റുവാൻ കഴിയും? How do I get rid of evil thoughts? എങ്ങനെ ദുർചിന്തകളെ മാറ്റുവാൻ കഴിയും? It's a small question but the answer is a big answer.
അതൊരു ചെറിയ ചോദ്യമാണ്, ഉത്തരം വളരെ വലുതാണ്. It varies from person to person. അത് ഓരോ വ്യക്തികൾ തമ്മിൽ അതിന് അന്തരമുണ്ട്, വ്യത്യാസമുണ്ടാകും. One person can overcome evil thoughts in one night, but another person it might take a lifelong process. ഒരു വ്യക്തിക്ക് ചിലപ്പോൾ ഒറ്റ രാത്രി കൊണ്ട് തന്നെ ഈ ദുർചിന്തകളിൽ നിന്ന് വിടുതൽ ലഭിച്ചേക്കാം. പക്ഷെ മറ്റൊരു വ്യക്തിക്ക് ജീവിതകാലം മുഴുവൻ അതിനുവേണ്ടി ചെലവഴിച്ചേണ്ടി വന്നേക്കാം. So there are many factors. ആകയാൽ പല കാര്യങ്ങൾ അതിന് പിന്നിലുണ്ട്. It depends on, whether your evil thoughts are obscene, vulgar or sexual thoughts, or whether they are violent thoughts. ഈ ദുർചിന്തകൾ എന്ന് പറയുമ്പോൾ അത് അശ്ലീലമായത്, മ്ലേച്ഛതയുള്ളത്, ലൈംഗികതയുള്ളത് ഇതൊക്കെയാണോ, അല്ലെങ്കിൽ അത് വളരെ കോപവും ക്രോധവുമുള്ള ആക്രോശപരമായ കാര്യങ്ങളാണോ? ഇത് രണ്ടിനെ ആശ്രയിച്ചിരിക്കും. See, one thing that we have to realize is you cannot overcome on your own. ഒരു കാര്യം നാം മനസ്സിലാക്കേണ്ടത്, ഏത് തന്നെയാണെങ്കിലും നമുക്ക് സ്വതവേ ഇതിനെ ജയിപ്പാൻ കഴിയുകയില്ല. That's why you need a savior. അതുകൊണ്ടാകുന്നു ഒരു രക്ഷകൻ നമുക്ക് ആവശ്യമായിരിക്കുന്നത്. It's not enough to pray, save me, help me overcome these thoughts. കർത്താവേ, എന്നെ രക്ഷിക്കണമേ, ഈ ചിന്തകളെ ജയിപ്പാൻ എന്നെ സഹായിക്കണമേ എന്നുകൊണ്ട് വെറും പ്രാർത്ഥന കൊണ്ടായില്ല. You have to find a way of leaping towards Jesus and holding him. നാം ഈ വിഷയത്തിന് വേണ്ടി യേശുവിൻ്റെ അടുക്കലേക്ക് നാം ചാടിച്ചെന്ന് യേശുവിനെ അതിനെ മുറുകെ പിടിക്കേണ്ടുന്നത് വളരെ ആവശ്യമാകുന്നു. On the first day I told you the answer to every problem on this planet is loving God. ആദ്യത്തെ ദിവസം ഞാൻ പറഞ്ഞല്ലോ, ഈ നമ്മുടെ ഗ്രഹത്തിൽ ഉള്ള സകല പ്രശ്നങ്ങളുടെയും ഏക പരിഹാരവും ഏറ്റവും ഉത്തമമായ പരിഹാരവും യേശുവിനെ സ്നേഹിക്കുക എന്നുള്ളതാണ്. Learn to love Jesus and learn to go deep into his love. Pray for that. And all these evil thoughts will by themselves fall away. യേശുവിനെ സ്നേഹിക്കുവാൻ പഠിക്കുക, അധികമായി യേശുവിൻ്റെ സ്നേഹത്തിൻ്റെ ആഴത്തിലേക്ക് കടന്നു ചെല്ലുവാൻ വേണ്ടി പ്രാർത്ഥിക്കുക. ഇത് ശീലിച്ചു കഴിയുമ്പോൾ അതുപോലെ തന്നെ മറുവശത്ത് ഈ ദുഷ്ടചിന്തകൾ തനിയെ ഒഴിഞ്ഞു പോകും. Why I am giving you see that you need faith, you need anointing, you need grace, all that is there. But if you get this love for Jesus, it answers many other problems apart from evil thoughts also. വിശ്വാസം, കൃപ, പരിശുദ്ധാത്മാവ് ഇതെല്ലാം ഈ കാര്യത്തിൽ ആവശ്യമാകുന്നു. എന്നാലും എന്തുകൊണ്ടാണ് ഞാൻ ഈ ദൈവസ്നേഹമെന്ന് മാത്രം ഏറ്റവും ഒന്നാമതായി എടുത്തു പറഞ്ഞത്? കാരണം ഇത് ഈ വിഷയത്തിന് മാത്രമല്ല, മറ്റു അനേക പ്രശ്നങ്ങൾക്കും ഈ ദൈവസ്നേഹം പരിഹാരമാണ്. So you pray for loving Jesus more. അതുകൊണ്ട് യേശുവിനെ അധികമായി സ്നേഹിക്കുവാൻ പ്രാർത്ഥിക്കുക. Next question. Here there's a question says, why is it that we are differing from other Pentecostals? Won't they go to heaven? നാം എന്തുകൊണ്ടാകുന്നു മറ്റു പെന്തക്കോസ്ത് സഭകളിൽ നിന്ന് വ്യത്യസ്തരായി നമ്മെ തന്നെ ആക്കുന്നത്? അവർ സ്വർഗത്തിൽ പോവുകയില്ലേ? We are not saying that other Pentecostals will go to hell. മറ്റു പെന്തക്കോസ്ത് ഗ്രൂപ്പിലുള്ളവർ നരകത്തിൽ പോകുമെന്നല്ല നാം പറയുന്നത്. Nor are we saying that we are the best and we are more holy than all of them. മറ്റു പെന്തക്കോസ്ത് ഗ്രൂപ്പുകളെക്കാൾ നമ്മളാണ് ഏറ്റവും മികച്ചത്, ശ്രേഷ്ഠമേറിയത്, നാം സ്വർഗത്തിൽ പോകുന്നു എന്നൊന്നും നാം പഠിപ്പിക്കുന്നുമില്ല. But we have certain regulations where we are more strict than other churches. എന്നാൽ മറ്റ് സഭകളെക്കാൾ ചില കാര്യങ്ങളിൽ, ചട്ടങ്ങളിൽ, പ്രമാണങ്ങളിൽ നമുക്ക് ചില കർശന സ്വഭാവമുണ്ട്. As you all know, heaven is not just one general place. നാം എല്ലാം അറിയുന്നത് പോലെ സ്വർഗം ഒരു പൊതുവായ ഒരു സ്ഥലമല്ല. There are many sections in heaven. സ്വർഗത്തിൽ പല വിഭാഗങ്ങൾ, സ്ഥലങ്ങളുണ്ട്. And there is one place for the perfect. എന്നാൽ പൂർണ്ണപ്പെട്ടവർക്ക് ഒരു സ്ഥലമുണ്ട്. So to go there you have to be very strict. എന്നാൽ ആ സ്ഥാനത്തേക്ക് എത്തിച്ചേരേണ്ടതിന് വളരെ കാർക്കശ്യ സ്വഭാവമുള്ളവരായി നിലനിന്നേ മതിയാകും. If you want to go to some corner of heaven, that's enough for me, then you can live a loose life. സ്വർഗത്തിൽ ഏതെങ്കിലും ഒരു മൂലയിൽ ചെന്നാൽ മതി എന്നുള്ളവർ അതിൻ്റെതായ വിധത്തിൽ ജീവിച്ചാൽ മതിയാകും. But we are preaching and ministering so that we can become the bride. That's the perfect group of people. എന്നാൽ നാം പഠിപ്പിക്കുന്ന ഉപദേശവും നമ്മുടെ നിയമങ്ങളുമെല്ലാം ഏത് വിധേനയും യേശുക്രിസ്തുവിൻ്റെ മണവാട്ടിയായി തീരണമെന്നുള്ളതാകുന്നു. അവളാകുന്നു പൂർണ്ണത. If you want to run and win in your race in your school athletics meet, നിങ്ങളുടെ സ്കൂളിൽ നടക്കുന്ന ഒരു അത്ലറ്റിക് മീറ്റിൽ നിങ്ങൾ ഓടി സമ്മാനമെടുക്കണമെങ്കിൽ you can sleep 8 hours a day, you can have ice cream every day. 8 മണിക്കൂർ ദിവസവും ഉറങ്ങാം, എല്ലാ ദിവസവും ഐസ്ക്രീമും കഴിക്കാം. But if you're going to win in the Olympics for 100 meters, you ask those athletes,
they'll be very strict in their diet. എന്നാൽ ഒളിമ്പിക്സിലുള്ള ഓട്ടപന്തയത്തിൽ അവിടെ ഓടുന്നവരോട് നിങ്ങൾ ചോദിച്ചു നോക്കിയാൽ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ അവർ വളരെ കർശനമുള്ളവരായിരിക്കും. So that's why we want to run so that we may obtain. We want the best, and so we are strict with ourselves. ആകയാൽ ഇതിന്റെ ഉത്തരം എന്നത് നാം ഏതു വിധേനയും ആ വിരുദ് പ്രാപിപ്പാൻ വേണ്ടിയാണ് ഓടുന്നത്. അതുകൊണ്ട് നാം ഈ തിരുവചന നിയമങ്ങളിൽ ഉപദേശങ്ങളിൽ കർശന സ്വഭാവമുള്ളവരായിരിക്കുന്നു. Okay, next. Please don't want any more questions. This is enough. ദൈവം എല്ലാവരോടും തൻ്റെ ശബ്ദം കേൾപ്പിക്കുമോ? എല്ലാവരും ദർശനങ്ങൾ കൂടെ കൂടെ കാണുമോ? Will God allow his voice to be heard by everyone? Will everyone see visions? ദൈവം എല്ലാവരെയും തൻ്റെ ശബ്ദം കേൾപ്പിക്കുമോ? എല്ലാവരും ഇതുപോലെ ദർശനങ്ങൾ കൂടെ കൂടെ കാണുമോ? What is the time? Someone tell the time. What's the time? No one has a watch, eh? It's all in your mobile phones. 3:50, okay. Now, when I asked you what is the time, you looked at the watch and the watch spoke to you. ഇപ്പോൾ ഞാൻ നിങ്ങളോട് സമയം ചോദിച്ചപ്പോൾ നിങ്ങൾ വാച്ചിൽ നോക്കി. ചിലർ വാച്ച് നിങ്ങളോട് സമയം പറഞ്ഞു. Did the watch open its mouth and tell you the time? ഇപ്പോൾ വാച്ച് വാ തുറന്നാണോ നിങ്ങളോട് സമയം പറഞ്ഞത്? But without opening, it doesn't have a mouth, but it communicated the time to you. അപ്പോൾ ഈ വാച്ചിന് വായില്ല, അത് വാ തുറന്നല്ല നിങ്ങളോട് സംസാരിച്ചത്, പക്ഷേ അത് ആശയവിനിമയം നടത്തി കഴിഞ്ഞു. In the same way, Jesus won't speak with his mouth. God doesn't speak with an audible voice. അതുപോലെ തന്നെ ദൈവം നേരിട്ട് വായ കൊണ്ട് സംസാരിക്കുക, കേൾക്കുന്ന തരത്തിലുള്ള ശബ്ദത്തിലല്ല സംസാരിക്കുന്നത്. With a voice where you can hear with your ears. നമ്മുടെ സ്വന്തം കാതുകൾ കൊണ്ട് കേൾക്കുവാൻ തക്ക വിധത്തിലല്ല. How many of you have seen dreams in your life? നിങ്ങളുടെ ജീവിതത്തിൽ എത്ര പേർ സ്വപ്നങ്ങൾ കണ്ടിട്ടുണ്ട്? Put up your hands. Those who have seen dreams, at least one dream in your life, put up your hands. ജീവിതത്തിൽ ഒരു സ്വപ്നമെങ്കിലും കണ്ടിട്ടുള്ളവർ? Okay, put down your hands. Have you heard people speaking to you in your dreams? നിങ്ങളുടെ സ്വപ്നങ്ങളിൽ ആരെങ്കിലും നിങ്ങളോട് സംസാരിക്കുന്നതായി കേട്ടിട്ടുണ്ടോ? Have you heard someone crying or screaming or speaking or laughing in your dream? നിങ്ങളുടെ സ്വപ്നങ്ങളിൽ ആരെങ്കിലും കരയുന്നത്, ചിരിക്കുന്നത്, അലറി വിളിക്കുന്നത് ഇങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ടോ? You have. But it's not something you heard with your ears. അത് നിങ്ങൾ കേട്ടിട്ടുണ്ട്, പക്ഷേ സ്വന്തം കാതുകൊണ്ട് കേട്ടതല്ലല്ലോ. Because it's something going on inside you. അതൊന്ന് നിങ്ങളുടെ ഉള്ളിൽ തന്നെ നടക്കുന്ന ഒരു കാര്യമാകുന്നു. So although it's not heard with your external ears, still you are hearing it. നിങ്ങളുടെ ബാഹ്യമായ കാതുകൾ കൊണ്ട് നിങ്ങൾ അത് കേൾക്കുന്നില്ല എങ്കിലും പക്ഷേ നിങ്ങൾ അത് കേട്ടു. God's voice is like that. ഇതുപോലെയാകുന്നു ദൈവശബ്ദം. So it's not that you should hear like a human voice in your ear, God speaking. ഒരുപക്ഷേ ഒരു മാനുഷിക ശബ്ദം പോലെ എപ്പോഴും ദൈവത്തിന്റെ ശബ്ദം ഇങ്ങനെ കാതുകളിൽ നേരിട്ട് കേൾക്കണമെന്നില്ല. Like the watch tells the time to you, it's a communication from God. വാച്ച് നിങ്ങളോട് ആശയവിനിമയം നടത്തി സമയം നൽകി കഴിഞ്ഞു. അതുപോലെ തന്നെ Which means he'll speak through visions, through dreams, through prophecies, through some situations, through the Bible, through other people, through friends, through failures. So many ways he will talk to you. അതിന്റെ അർത്ഥം ദൈവത്തിന് നമ്മോട് സംസാരിക്കാൻ അനേകം വഴികളുണ്ട്. സ്വപ്നങ്ങളുണ്ട്, ദർശനങ്ങളുണ്ട്, മറ്റുള്ളവരിൽ കൂടിയുണ്ട്, പ്രവചനങ്ങളുണ്ട്, നമ്മൾ കടന്നു പോകുന്ന ചില പാതകളിൽ കൂടിയുണ്ട്, നമ്മുടെ ചില തോൽവികളിൽ കൂടിയുണ്ട്. ഇങ്ങനെയെല്ലാം ദൈവം സംസാരിക്കും. So that God will speak to everyone. ആകയാൽ അങ്ങനെ ദൈവം എല്ലാവരോടും സംസാരിക്കും. A vision is one such source of God communicating. Vision. ദർശനം അങ്ങനെ ദൈവത്തോട് സംസാരിക്കുന്ന ഒരു കാര്യമാകുന്നു. God speaking to us. ദൈവം നമ്മോട് സംസാരിക്കുന്നു. So that vision is one source by which God speaks to us. ആകയാൽ ദർശനം മുഖാന്തരം ദൈവം മനുഷ്യരോട് സംസാരിക്കുന്ന ഒരു വിധമാണ്. That's not necessarily that everyone should see visions, but it's one way. അതിന്റെ അർത്ഥം എല്ലാവരും ദർശനത്തിൽ കൂടെയാണ് ദൈവശബ്ദം കേൾക്കുന്നതെന്നല്ല, അതൊരു വഴി മാത്രം. But if you like to see visions, ask God. അപ്പോൾ നിങ്ങൾ അങ്ങനെ ദർശനം കാണണമെന്ന് ആഗ്രഹിക്കുന്നെങ്കിൽ ദൈവത്തോട് ചോദിക്കുക. So another question here: is disobedience a great sin or taking medicine a great sin? അനുസരണക്കേടാണോ വലിയ പാപം, അതോ മരുന്ന് ഉപയോഗിക്കുന്നതാണോ വലിയ പാപം? Wasn't disobedience the first sin in the world? അനുസരണക്കേടാണോ ലോകത്തിലെ ആദ്യ പാപം? If our parents tell us to take medicine, how can we avoid it? മാതാപിതാക്കൾ ഞങ്ങളോട് മരുന്നെടുക്കാൻ പറഞ്ഞാൽ ഞങ്ങൾക്ക് എങ്ങനെ അത് ഒഴിവാക്കാൻ കഴിയും? So the question is this:
ഇപ്പോൾ ചോദ്യം ഇതാണ്, my parents are asking me to take medicine. എൻ്റെ മാതാപിതാക്കൾ എന്നോട് മരുന്നെടുക്കുവാൻ പറയുന്നു. If I take medicine, I'm obeying my parents. ഞാൻ മരുന്നെടുക്കുന്നെങ്കിൽ എൻ്റെ മാതാപിതാക്കളെ അനുസരിക്കുന്നു. If I don't take medicine, I'm disobeying my parents. ഞാൻ മരുന്ന് ഉപയോഗിക്കുന്നില്ലെങ്കിൽ ഞാൻ എൻ്റെ മാതാപിതാക്കളെ അവഗണിക്കുകയാണ്, അവരോട് അനുസരണക്കേട് കാണിക്കുന്നു. So which is, should I take medicine and do that sin and disobey my parents? Which is the bigger sin? That's the question. ആകയാൽ ഞാൻ മരുന്നെടുക്കാതെ മാതാപിതാക്കളോട് അനുസരണക്കേട് കാണിക്കുന്നു, ഇതിലേതാണ് വലിയ പാപമെന്നാണ് ചോദ്യം. There is a verse in the Bible which says, children, obey your parents in the Lord, for this is right. വേദപുസ്തകത്തിൽ ഇപ്രകാരം ഒരു വചനമുണ്ട്, കുഞ്ഞുങ്ങളെ മാതാപിതാക്കളെ കർത്താവിൽ അനുസരിപ്പിൻ. So obedience to parents is required in the Lord. ആകയാൽ മാതാപിതാക്കളോട് ഉള്ള അനുസരണവും ക്രിസ്തുവിൽ കർത്താവിൽ മാത്രം മതി. There are smoking dads and drinking dads who teach their children how to smoke and drink also. So I have to obey my parents. അപ്പോൾ ചില പുകവലിക്കുന്ന മദ്യപിക്കുന്ന ചില അപ്പന്മാരുണ്ടല്ലോ, അവർ തങ്ങളുടെ കുഞ്ഞുങ്ങളെ അതൊക്കെ പഠിപ്പിക്കണമെന്ന് വെച്ചാൽ അപ്പോൾ അത് ചെയ്തില്ലെങ്കിൽ അതും അനുസരണക്കേടല്ലേ? So we can't just obey our parents in everything. അപ്പോൾ അതിന്റെ അർത്ഥം ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളിലും മാതാപിതാക്കളെ അനുസരിപ്പാൻ കഴിയുകയില്ല. So if you are in a tight corner where you are forced to obey your parents, you pray to Jesus and ask for a situation out of it. ഏത് വിധേനയും മാതാപിതാക്കളെ അനുസരിച്ചേ തീരൂ എന്നുള്ള ഒരു അന്തരീക്ഷത്തിൽ, ഒരു സാഹചര്യത്തിൽ നിങ്ങൾ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ ദയവായി കർത്താവിനോട് പ്രാർത്ഥിച്ച് അതിനൊരു പോംവഴി ചോദിക്കുക. When I was a young brother, ഞാനൊരു ചെറിയ സഹോദരനായിരുന്നപ്പോൾ I went with some servants of God. ഞാൻ ചില കർത്തൃ ശുശ്രൂഷകരോടൊപ്പം പോയി. It was in another place, another city. അത് മറ്റൊരു പട്ടണമായിരുന്നു. So then the worker brothers got an idea. അപ്പോൾ ശുശ്രൂഷകനായ സഹോദരന് ഒരു ഐഡിയ ഉണ്ടായി. There was a temple there which is a tourist spot. അവിടെ ടൂറിസ്റ്റുകൾ ചെല്ലുന്ന ഒരു അമ്പലമുണ്ട്, ക്ഷേത്രമുണ്ട്. So they said, we'll go and see the temple. നമുക്കൊന്ന് പോയി ആ അമ്പലം കണ്ടാലോ? I was only servants of God going to see the temple. ഉടനെ ഞാൻ ചിന്തിച്ചു, കർത്താവിന്റെ ശുശ്രൂഷകർ പോയി ക്ഷേത്രം കാണാനോ? But they are senior to me, so I can't give them Bible study, isn't it? എന്നാൽ അവർ എൻ്റെ മൂത്ത ശുശ്രൂഷകരായിരുന്നു, അതുകൊണ്ട് അവർക്ക് പ്രത്യേകിച്ച് വേദപാഠം എടുക്കാൻ എനിക്ക് കഴിയില്ലല്ലോ. So I prayed. ഞാൻ ഉടനെ പ്രാർത്ഥിച്ചു, Lord, this should not happen. കർത്താവേ, ഇത് സംഭവിക്കരുത്. So there's one believer brother who was taking us to the temple. ഞങ്ങളെ ആ ക്ഷേത്രത്തിലേക്ക് കൊണ്ടുപോകാൻ കൂടെ വന്ന ഒരു വിശ്വാസി സഹോദരനുണ്ട്. He said, brother, please come to my house and pray and then we'll go there. അപ്പോൾ താൻ പറഞ്ഞു, ഞങ്ങളുടെ വീട്ടിൽ വന്നൊന്ന് പ്രാർത്ഥിച്ചിട്ട് നമുക്കെല്ലാം പോകാം. So they went to the house. അവരെല്ലാം ഞങ്ങൾ വീട്ടിൽ പോയി. We started singing one song. ഞങ്ങൾ ഒരു പാട്ട് പാടി. Anointing came. ഒരു അഭിഷേകം വന്നു. 5 minutes prayer went on for 45 minutes. It became too late to go to the temple. Program was cancelled. 5 മിനിറ്റ് പ്രാർത്ഥന 45 മിനിറ്റ് ദീർഘമായി പോയി, സമയം പോയി കഴിഞ്ഞു, അതുകൊണ്ട് ക്ഷേത്രത്തിൽ പോക്കും തീർന്നു. See how God opened a way. എങ്ങനെ ദൈവം വഴി തുറന്ന് നോക്കുക. Should I disobey the servants of God or obey go to the temple? There's no question like that. ഞാൻ എൻ്റെ മൂത്ത ശുശ്രൂഷകരെ അനുസരണക്കേട് കാണിച്ചോ? ഇല്ല. അവരെ അനുസരിച്ച് ക്ഷേത്രത്തിൽ പോയോ? അതുമില്ല. There's no question like this. Should I obey the servants of God or should I go to the temple? ഞാൻ കർത്താവിന്റെ ശുശ്രൂഷകരെ അനുസരിക്കണോ, ക്ഷേത്രത്തിൽ പോകണമോ എന്നൊരു ചോദ്യമേ ആവശ്യമില്ലാതെ വന്നു. You pray. God knows our heart. We want to stand for the truth. God will make a way out. സത്യത്തിന് വേണ്ടി നിൽക്കണമെന്നുണ്ടെങ്കിൽ ദൈവം നമ്മുടെ ഹൃദയം നല്ലവണ്ണം അറിയുന്നു. Okay, next question. അലംഭാവത്തോടു കൂടിയ ദൈവഭക്തി വലുതായ ആദായമാകുന്നു താനും. എങ്ങനെയാണ് അലംഭാവത്തോടു കൂടിയുള്ള ദൈവഭക്തി ആദായമാകുന്നത്? See, what is contentment? എന്താണ് തൃപ്തി എന്ന് പറയുന്നത്? There are people in this world who earn 5,000 a month and they are satisfied. There are people in this world who earn 50,000 a month and are dissatisfied. ഈ ലോകത്തിൽ 5,000 രൂപ സമ്പാദിച്ച് സംതൃപ്തി അടഞ്ഞിരിക്കുന്നവരുണ്ട്. എന്നാൽ അതേസമയം തന്നെ 50,000 സമ്പാദിച്ചിട്ട് യാതൊരു തൃപ്തിയുമില്ലാത്തവരുമുണ്ട്. So first we must learn, before asking God, give me a good job according to my studies, give me a good job with a fat salary, before asking all that,
first we should learn contentment. Be satisfied with what God gives you. ആകയാൽ നല്ല ജോലി വേണം, നല്ല ശമ്പളം വേണം എന്നൊക്കെ ദൈവത്തോട് ചോദിക്കുന്നതിന് മുമ്പേ ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടാൻ നാം ദൈവത്തോട് ചോദിക്കണം, പഠിക്കണം. 2 beggars went to a shop. 2 ഭിക്ഷക്കാർ ഒരു കടയിലേക്ക് ചെന്നു. Both of them asked for a glass of water. രണ്ടുപേരും ഒരു ഗ്ലാസ് വെള്ളത്തിനായി ചോദിച്ചു. The shopkeeper, he took 1 glass of water, poured half into the other glass, gave them half glass each. കടക്കാരൻ ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് അതിൽ പകുതി മറ്റേ ഗ്ലാസ്സിൽ ഒഴിച്ചിട്ട് രണ്ടുപേർക്കും പകുതി വെള്ളം വെച്ച് കൊടുത്തു. Both the beggars got half glass each. ഇപ്പോൾ 2 ഭിക്ഷക്കാർക്കും ഓരോ ഗ്ലാസിന്റെ പകുതി വെള്ളം വെച്ചുണ്ട്. The first beggar said, half glass. ഒന്നാമത്തെ ഭിക്ഷക്കാരൻ പറഞ്ഞു, അയ്യോ പകുതിയേ ഉള്ളൂ. The second beggar said, half glass. രണ്ടാമത്തെ ഭിക്ഷക്കാരൻ പറഞ്ഞു, ഇത്രയും പകുതി വെള്ളം ഉണ്ടല്ലോ. So what is the difference? Both got half glass. ഇപ്പോൾ മനസ്സിലായോ? ഇപ്പോൾ ഇതിന്റെ വ്യത്യാസം, രണ്ടുപേർക്കും പകുതി വെള്ളമാണ് കിട്ടിയത്. The first beggar saw the top half empty and murmured. The second beggar saw the bottom half full and was grateful. ആദ്യത്തെ ഭിക്ഷക്കാരൻ ആ ഗ്ലാസിന്റെ ആദ്യത്തെ മുകൾ ഭാഗത്തെ അരഭാഗം അത് കാലിയാണല്ലോ, അത് കണ്ടുകൊണ്ട് പിറുപിറുത്തു. രണ്ടാമത്തെ ഭിക്ഷക്കാരൻ താഴത്തെ ഭാഗം അത് മുഴുവൻ വെള്ളം നിറഞ്ഞിരുന്നല്ലോ, അത് കണ്ട് തൃപ്തിയായി. So it's the way of looking at things. അതുകൊണ്ട് ഇത് കാര്യങ്ങളെ നാം വീക്ഷിക്കുന്ന പോലെ ഇരിക്കും. Even if God gives you something small, first learn to say thank you. Don't just murmur and say, what is this? ആകയാൽ ദൈവം എന്തെങ്കിലും നിങ്ങൾക്ക് നൽകിയാൽ നാം അതിനെപ്പോഴും നന്ദി പറയുവാൻ പഠിക്കുക, അല്ലാതെ ഇതെന്താണെന്ന് ചോദിക്കേണ്ട ആവശ്യമില്ല. That is called godliness with contentment. You be spiritual, but don't be greedy after going after the things of this world. അതാകുന്നു ദൈവഭക്തി. അലംഭാവത്തോടുകൂടി ദൈവഭക്തി അത് തൃപ്തി ഉളവാക്കുന്നതാണ്. So there are poor people who are very spiritual. They are richer in God's sight than rich people who are not spiritual. ചില ദരിദ്രരായവരുണ്ട്, അവർ ആത്മീയതയിൽ വളരെ സമ്പന്നരാകുന്നു. എന്നാൽ ചില ധനാഢ്യന്മാരുണ്ട്, അവർ അവരുടെ ആത്മീയ ജീവിതത്തിൽ വളരെ ദരിദ്രരുമാകുന്നു. So you may not have a bank account. നിങ്ങൾക്കൊരു ബാങ്ക് അക്കൗണ്ട് ഇല്ലായിരിക്കാം, but you have faith. എന്നാൽ വിശ്വാസമുണ്ട്. And you have an anointing. നിങ്ങൾക്കൊരു അഭിഷേകമുണ്ട്. You love Jesus. യേശുവിനെ സ്നേഹിക്കുന്നു. The Bible says that is great gain. അതൊരു വലിയ ആദായമെന്ന് വേദപുസ്തകം പറയുന്നു. So you are not bothered about, I don't have an account. I don't have an account. God will supply my needs. അതുകൊണ്ട് എനിക്ക് അക്കൗണ്ട് ഇല്ലല്ലോ എന്ന് ഓർത്ത് ഭാരപ്പെടേണ്ട, ദൈവം ആവശ്യത്തെ നിറവേറ്റും. So that is called contentment. അതാണ് തൃപ്തി എന്ന് പറയുന്നത്. So be spiritual and be content. That is great gain. That means you are a very rich person in God's sight. ആകയാൽ ദൈവഭക്തിയോടുകൂടി ആ തൃപ്തി, അതാകുന്നു ആദായം. Sorry, I took the English verse and explained, but there's a translation discrepancy in Malayalam, so he will explain. ഇംഗ്ലീഷിൽ ഉള്ള വാക്യത്തിന്റെ അർത്ഥമാണ് ഞാൻ പറഞ്ഞത്. ചോദ്യത്തിലെ ഒരു കാര്യം ഉൾപ്പെട്ടിരിക്കുന്നത് അലംഭാവത്തോടുകൂടി ദൈവഭക്തി. മലയാളത്തിൽ അലംഭാവം ഈ അലംഭാവം എന്നുള്ള മലയാള വാക്ക് അതിൻ്റെ യഥാർത്ഥ അർത്ഥം തൃപ്തി അല്ലെങ്കിൽ എനിക്കിത് മതി എന്നുള്ള അർത്ഥമാണ്. അല്ലാതെ അലംഭാവത്തിന് ഉദാസീനത അല്ലെങ്കിൽ ഒരു മന്ദത വേണ്ട എന്ന് ഉഴപ്പ് ആ രീതിയിലുള്ള അർത്ഥമല്ല. ഇവിടെ തൃപ്തി എന്നുള്ള വാക്കാണ് ഉദ്ദേശിക്കുന്നത്. അടുത്ത ചോദ്യം. കുറ്റബോധം നഷ്ടപ്പെട്ട് പാപത്തിൻ്റെ പിന്നാലെ പോകുമ്പോൾ വീണ്ടും കർത്താവ് കുറ്റബോധം നൽകി മടക്കി വരുത്തുന്നത് എന്തിന്? കുറ്റബോധം നഷ്ടപ്പെട്ട് പാപത്തിൻ്റെ പുറകെ പിന്നെ കർത്താവ് കുറ്റബോധം തന്നതിന് മടക്കി വരുത്തുന്നത്. Don't you think that's a stupid question? Sorry, they are rephrasing the question now. Please, kindly wait.
നല്ല മനസാക്ഷി നഷ്ടപ്പെടുത്തി പാപത്തിൻ്റെ പിന്നാലെ പോകുമ്പോൾ പിന്നെയും ദൈവം ആ കുറ്റബോധം തോന്നിപ്പിച്ച് കൊണ്ടുവരുന്നത് എന്തിന്? പോയിട്ട് okay, the good conscience goes. You've lost your good conscience and you're going after sin, and then again God pricks you. Why is he doing that? Is it because he loves you? See, when your heart is hard, you don't bother about sin. You'll do sin very easily. നിങ്ങളുടെ ഹൃദയം കഠിനമാകുമ്പോൾ നിങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ പാപം ചെയ്യുവാനിടയാകും. Some years ago I spoke to a rowdy who came to the ministry. ചില വർഷങ്ങൾക്ക് മുമ്പ് ശുശ്രൂഷയിലേക്ക് കടന്നു വന്ന ഒരു റൗഡിയോട് ഞാൻ സംസാരിച്ചു. And he was saying he had some friends who will kill and take the blood from the knife and lick it and say very tasty. താൻ ഇപ്രകാരം പറഞ്ഞു, എനിക്ക് ചില സുഹൃത്തുക്കളൊക്കെ ഉണ്ടായിരുന്നു, അവർ ഒരാളെ പോയി കൊന്നിട്ട് അതിൽ നിന്ന് ഒരു തുള്ളി രക്തമെടുത്ത് നാവിൽ വെച്ച് എന്തോ ഒരു രുചി എന്ന് പറയും. Those are hard-hearted people. അത് വളരെ കഠിന ഹൃദയന്മാരാകുന്നു. When the heart becomes hard, you do stupid things like that. അപ്പോൾ കഠിന ഹൃദയം ഉണ്ടാകുമ്പോൾ ഇങ്ങനെയുള്ള മൂഢത്തരമായ മൗഢ്യമായ കാര്യങ്ങൾ ചെയ്യും. So when you do sins repeatedly, your heart becomes hard, you lose your good conscience, and now you're going to do sin again very quickly, very easily. ആകയാൽ ഇങ്ങനെ കഠിന ഹൃദയം ആയി വരുമ്പോൾ വളരെ പെട്ടെന്ന് തന്നെ പാപത്തിലേക്ക് ചെന്ന് പാപം ലഘുവായി ചെയ്യുവാനിടയാകും. You know, if God is going to prick you again and bring you back, it's his mercy on you. He doesn't want you to go to hell beyond that. നിങ്ങൾ ഒരു വിധത്തിലും നരകത്തിൽ ചെന്ന് പതിക്കാതിരിക്കേണ്ടതിന് കർത്താവ് വീണ്ടും നിങ്ങൾക്ക് കുറ്റബോധം നൽകി നിങ്ങളുടെ മനസ്സാക്ഷിയെ കുത്തി മടക്കി കൊണ്ടുവരും. I told you on the first day a man wrote a poem called The Hound of Heaven and explained how God was chasing him. ഞാൻ ആദ്യത്തെ ദിവസം നിങ്ങളോട് പങ്കുവെച്ചുവല്ലോ, ഒരു മനുഷ്യൻ ഒരു ഇംഗ്ലീഷ് കവിത എഴുതി, അത് സ്വർഗത്തിലെ വേട്ടനായി എന്നായിരുന്നു. അത് ദൈവം എങ്ങനെയാകുന്നു ആ വിധത്തിൽ മനുഷ്യരെ പിന്തുടർന്നു വരുന്നതെന്ന്. So God is chasing you. That's why that pricking. He wants you to come back. അവൻ നിന്നെ പിന്തുടർന്നു വരികയാണ്. അതുകൊണ്ടാണ് ആ കുറ്റബോധം ഉണ്ടായി നിന്നെ മടക്കി കൊണ്ടുവരുന്നത്. Okay, next. ദൈവം പറഞ്ഞു, യാതൊന്നിൻ്റെയും വിഗ്രഹം ഉണ്ടാക്കരുത്. പിന്നെ എന്തുകൊണ്ട് കെരൂബിനെ ഉണ്ടാക്കുവാൻ പറഞ്ഞു? The cherubim were not made for worshipping. ഈ കെരൂബിനെ ഉണ്ടാക്കിയത്, സൃഷ്ടിച്ചത് ആരാധിക്കുവാൻ, അതിനു മുമ്പിൽ വണങ്ങുവാനല്ല. The cherubim were placed in a place where no human being should go. കെരൂബ് എന്ന് പറഞ്ഞാൽ മനുഷ്യർ കടന്നു പോകാൻ പാടില്ലാത്തൊരു സ്ഥലത്താവുന്നു അത് വയ്ക്കുന്നത്. So in the most holy place, human beings cannot go there, nobody can see it. ഒരു അതിവിശുദ്ധ സ്ഥലമാണ്, അവിടെ മനുഷ്യർ പോകാൻ പാടില്ല, ആരും അത് കാണുവാനും ഇടയാകയില്ല. So it's not the making of images that's the problem. You should not bow down to them or worship. ആകയാൽ വിഗ്രഹങ്ങൾ ഉണ്ടാക്കുന്നതിൽ മാത്രമല്ല അതിന്റെ മുമ്പിൽ വണങ്ങരുതെന്നാകുന്നു കൽപ്പന. God didn't say you should not make any angelic image. God only said don't make me in any form. ദൈവം പറയുന്നത് ഏതെങ്കിലും ദൂതന്മാരുടെ വിഗ്രഹങ്ങൾ ഉണ്ടാക്കരുതെന്നല്ല, എന്നെ യാതൊരു വിധത്തിലും നിങ്ങൾ വിഗ്രഹമായി ഉണ്ടാക്കി വണങ്ങരുത്. Don't compare me to an angel or a human being or to the sun or to the moon or the fish of the sea. എന്നെ നിങ്ങൾ ഒരു ദൂതനോ അല്ലെങ്കിൽ ഭൂമിയിലെ സൂര്യനോ മറ്റ് ഏതെങ്കിലും മീനോ മറ്റേതെങ്കിലും സൃഷ്ടികളോട് നിങ്ങൾ ഉപമിച്ച് വിഗ്രഹമായി ഉണ്ടാക്കരുത്. For example, you see those images there. ഇപ്പോൾ പുറകിൽ ചാർട്ടിലുള്ള ചിത്രങ്ങൾ കണ്ടാൽ, so that's not for bowing and worshipping, that's just for explanation, that's all. ഈ പുറകിലുള്ള ചിത്രങ്ങൾ അതിനെ കണ്ടു വണങ്ങുവാനുള്ളതല്ല, അത് ഒന്ന് വിവരിച്ച് പറഞ്ഞു തരുവാനുള്ളതാണ്. So in the same way, the cherubim in the tabernacles teach us some lessons. അതുപോലെ തന്നെ ഈ സമാഗമന കൂടാരത്തിലുള്ള കെരൂബുകൾ നമ്മളോട് ചില കാര്യങ്ങൾ സംസാരിക്കും. No time to explain all of that. എന്നാൽ അതൊന്നും പൂർണ്ണമായി പറഞ്ഞു തരുവാൻ സമയമില്ല. ഉത്തമഗീതം 1-ാം അധ്യായം 4-ാം വാക്യം. ഈ വാക്യം ദൈവശബ്ദമായി കേട്ടു, തുടർന്ന് വീണ്ടും വീണ്ടും പ്രസംഗത്തിലൂടെ കേൾക്കുന്നു, ഹൃദയത്തിൽ അറിയാതെ സ്പർശിക്കുന്നു. ഈ വചനത്തെ എങ്ങനെ ജീവിതത്തിൽ അനുഭവമാക്കാം? So this verse, if God is speaking to you, Jesus is trying to say, call me, invite me into your life more and more.
ഈ വചനം ദൈവം നിങ്ങളോട് സംസാരിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ ജീവിതത്തെ പറ്റി യേശു സംസാരിക്കുന്ന ഇപ്രകാരമാണ്: എന്നെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ക്ഷണിക്കുക, വിളിച്ചു വരുത്തുക. In your prayer you must say, Lord, draw me, allure me. നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഇങ്ങനെ പ്രാർത്ഥിക്കണം: കർത്താവേ, എന്നെ വലിക്കണമേ, എന്നെ നിന്നിലേക്ക് വശീകരിക്കണമേ. Cause me to come after you. കർത്താവേ, ഞാൻ നിന്റെ പിന്നാലെ ഓടി വരുവാൻ എന്നെ ഇടയാക്കണമേ. Let not that King Solomon or the powers or the loves or the pleasures of this world draw me into their chambers. ദയവായി രാജാവായ ശലോമോൻ അവനെയും അവൻ്റെ കൊട്ടാരത്തിൻ്റെ ഭംഗികളെയും കാണിച്ചുകൊണ്ട് ആ ശക്തി എന്നെ അങ്ങോട്ട് വലിച്ചുകൊണ്ട് പോവാൻ ഇടവരുതരുത്. So this verse is saying that in your life you will have some King Solomon problems. ഈ വാക്യം പറയുന്നു, നിങ്ങളുടെ ജീവിതത്തിൽ എന്തോ രാജാവായ ശലോമോന്റെ തുല്യമായ ചില ശക്തികൾ പോരാടുന്നു. Somehow, somewhere this world will try to draw you away. ചിലയിടത്ത് ചില സമയത്ത് ഏതോ വിധത്തിൽ ലോകം അഥവാ ലൗകികം നിങ്ങളെ വലിച്ചു കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നു. So Jesus is saying, call to me for help at that time. ആകയാൽ യേശു ഇപ്രകാരം പറയുന്നു: ആ സമയത്ത് എന്നെ നോക്കി സഹായത്തിനായി വിളിച്ചപേക്ഷിക്കാം. All right.